നമുക്ക് വേണ്ടത് പാറ്റാ ഗുളികയാണ് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം മാത്രം മതി. പാറ്റാ ഗുളികയുടെ സ്മെല്ല് അറിയാമല്ലോ, ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം മാത്രം മതി. അത് നമുക്ക് ഇതേപോലെ ഒരു പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇടികല്ലിൻ്റെ അത് വെച്ചിട്ടാണ് ഇടിച്ചെടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒന്നുകൂടെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ബോട്ടിലിനകത്തോട്ടാക്കാം. നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ബോട്ടിലിനകത്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഭയങ്കര ഒരു സ്മെല്ലാണ്. ഈ സ്മെല്ല് അറിയാമല്ലോ. അതിൻ്റെ കൂടൊപ്പം നമുക്കിനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കർപ്പൂരമാണ്. അപ്പോൾ കർപ്പൂരവും പാറ്റാഗുളിയും കൂടെ ചേരുമ്പോൾ ഒരു സ്മെല്ല് നമ്മുടെ പരിസരത്തൊരു സാധനം അടുക്കില്ല കേട്ടോ. ഇതിപ്പോൾ താണ്ടെ 1 2 നമുക്ക് ആവശ്യത്തിന് എത്രമാത്രം വേണോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കർപ്പൂരം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താണ്ടെ അതും കൂടെ പൊടിച്ച് ചേർക്കാം. കൈകൊണ്ട് തിരുമ്മുന്ന തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സാധാ കുപ്പിയിൽ അടപ്പ് ഒരു ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സാധാ കുപ്പിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുത്താലും നല്ലതാണ്, നമുക്ക് സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഒരു കുപ്പിനകത്തോട്ടാക്കാം. അല്ല, ഞാനൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിക്കകത്തോട്ടാക്കാം. എന്നിട്ട് നമുക്ക് സിങ്കിൽ, അതേപോലെ തന്നെ വാഷ് ബേസിനിൽ, അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ സീവിൽ എല്ലായിടത്തും ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് നിന്നിട്ട് തന്നെ ഒരു സാധനവും ഉണ്ടാവില്ല. അതേപോലെ ആ ചെറിയ പഴുതാര, പാറ്റാക്കുഞ്ഞ്, ഒച്ച് ഇതെല്ലാം പോകും കേട്ടോ. പാറ്റ, പല്ലി, കൊതുക് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പരിസരത്തോട്ട് തന്നെ വരില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പാറ്റാ കുഞ്ഞുങ്ങൾ അതുപോലെ ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. പിന്നെ നമുക്ക് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുറ്റത്തൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇഴജന്തുക്കളൊക്കെ ഇഴഞ്ഞു കയറുന്ന സമയമാണല്ലോ. അപ്പം ഈ മഴ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഒഴിച്ച് ഇത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുറ്റത്ത്, അടുക്കള വശത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. എലി ശല്യമൊക്കെ ഇല്ലാതാകും.